ദൈവം എന്നുള്ള പദത്തിന്റെ അർത്ഥം എന്താന്നാ പറഞ്ഞത്? പ്രകാശ സ്വരൂപൻ അല്ലേ? അപ്പൊ ഇവിടെ ദേവിയെയും കണ്ടിരിക്കുന്നത് എന്തായിട്ട് തന്നെയാ? ഈ പരബ്രഹ്മമായിട്ട് തന്നെയാണ്, പരമ്പൊരുളായിട്ട് തന്നെയാണ്. സർവാശ്രയമിങ്ങും നിറയുന്നു അഭിഭക്തർക്ക് ഇവ്വാറൊരു രൂപം ഭജനത്തിനു ധരിപ്പോൻ. ഗുരു പറഞ്ഞിരിക്കുകയാണ്. എന്തിനാണ് ശ്രീനാരായണ ഗുരുസ്വാമി തൃപാദങ്ങൾ ഇത്രയധികം ക്ഷേത്ര പ്രതിഷ്ഠകൾ നടത്തിയത്? അല്ലെങ്കിൽ ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രത്തിൽ എന്തിനാണ് ഇങ്ങനെ സഗുണ ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്തത്? രൂപങ്ങളില്ലാത്ത നിർഗുണനായ ദൈവത്തെ സാധാരണക്കാരന് ഒരു പ്രതീകമില്ലാതെ ആരാധിക്കാൻ ബുദ്ധിമുട്ടായത് കൊണ്ട് ആ സാധാരണക്കാരൻ്റെ ഉള്ളിൽ അവന് ഇഷ്ടമുള്ള ഭാവത്തിൽ ആ ദൈവത്തെ കണ്ട് ആരാധിക്കുവാനായിട്ടുള്ള ഒരു ആരാധനാ മാർഗം ഋഷിവര്യന്മാർ നമുക്ക് കാട്ടിത്തന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ടായതാണ് ഗുണങ്ങളില്ലാത്ത ദൈവത്തിന് ഗുണങ്ങൾ നൽകിക്കൊണ്ട് ആരാധിക്കുന്ന ഒരു ആരാധനാ മാർഗം. അത് കാട്ടിത്തന്ന ആരാധനാ മാർഗങ്ങളെ കാട്ടിത്തന്ന, അഥവാ ഈ ദൈവത്തിലേക്ക് നമ്മളെ അനുസന്ധാനം ചെയ്യിപ്പിച്ച ഓരോ ആചാര്യന്മാരും ഓരോ മാർഗം കാട്ടിത്തരുന്നു അല്ലേ? ഇപ്പൊ ക്രിസ്തു മതത്തിലേക്ക് നോക്കിയാൽ അവിടെ ദൈവത്തിനും മനുഷ്യനും ഇടയിൽ ഒരു മധ്യസ്ഥനെ നിർത്തിക്കൊണ്ട്, ഒരു വിശുദ്ധനായ മധ്യസ്ഥനെ നിർത്തിക്കൊണ്ട് സാധാരണക്കാരൻ ദൈവത്തോട് ആരാധിക്കുന്ന ഒരു ആരാധനാ മാർഗമാണുള്ളത് അല്ലേ? സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുക. ആരോടാ പ്രാർത്ഥിക്കുന്നത്? ആ ദൈവത്തിന് അവർ നൽകിയ പേരെന്താണ്? യഹോവ എന്നാണ് അല്ലേ? അപ്പോ സ്വർഗസ്ഥനായ പിതാവിനോട് അഥവാ യഹോവയോട് പ്രാർത്ഥിക്കുന്നത് ആ യഹോവയെ അടുത്തറിഞ്ഞ് ഒരു വിശുദ്ധനാണ്. ആ വിശുദ്ധന് മാത്രമേ സാധാരണക്കാരൻ്റെ കാര്യങ്ങൾ യഹോവയോട് പറയാൻ പറ്റൂ എന്നുള്ളൊരു സങ്കല്പമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അതുകൊണ്ടാണ് പരിശുദ്ധനായ കർത്താവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. അവിടെ ക്രിസ്തുദേവൻ ആരാണ്? ഒരു മധ്യസ്ഥനാണ്, വിശുദ്ധനായ ഒരു മധ്യസ്ഥനാണ്. ദൈവത്തെ അടുത്തറിഞ്ഞ ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു ആരാധനാ സമ്പ്രദായം അവിടെ സ്വീകരിച്ചിരിക്കുന്നു. നിർഗുണനായ ദൈവത്തെ നിർഗുണനായി തന്നെ കണ്ടുകൊണ്ട് ഒരു പ്രതീകങ്ങളും ഉപയോഗിക്കാതെ ആരാധിക്കുന്ന ഒരു ആരാധനാ രീതിയാണ് ഇസ്ലാം മതത്തിനുള്ളത്. അത്തരത്തിലുള്ളൊരു ആരാധനാ മാർഗം എന്ന തരത്തിലാണ് ഭാരതത്തിന്റെ ആധ്യാത്മിക ശാസ്ത്രം ദൈവത്തിന് ഇത്രയധികം രൂപങ്ങളും ഭാവങ്ങളും നൽകിയിട്ടുള്ളത്. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ രൂപം എന്താണ്? പ്രഭയാണ്, പ്രകാശമാണ്, ജ്യോതിയാണ്. അതുകൊണ്ടാണ് ഗുരു ഇവിടെ എടുത്തു പറഞ്ഞത് പ്രഭാരൂപ എന്ന്. ജ്യോതിസ്വരൂപിണിയായ നിൻ പ്രകാരം, പ്രകാരം എന്ന് പറഞ്ഞാൽ നിന്റെ രൂപം നിനച്ചാൽ, എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ പ്രഭാരം കെടും. ഈ സംസാര സാഗരത്തിൽ ഞാൻ വന്ന് പെട്ടപ്പോൾ എൻ്റെ കൂട്ടത്തിൽ ധാരാളം വിഷയങ്ങൾ എനിക്ക് ദുഃഖമുണ്ടാക്കത്തക്ക തരത്തിലുണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളിലെ എല്ലാം കെട്ടുപാടുകൾ എൻ്റെ ഉള്ളിൽ നിന്ന് മോചിപ്പിച്ച് പോകണം എന്നുണ്ടെങ്കിൽ നിന്റെ രൂപം എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിക്കണം. നിന്റെ രൂപത്തെ എൻ്റെ രൂപത്തിലേക്ക്, എൻ്റെ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്നാൽ എന്ത് പറ്റും? എൻ്റെ ഈ കെട്ടുപാടുകളെല്ലാം അറ്റുപോകും, എൻ്റെ ഭാരങ്ങളെല്ലാം ഇല്ലാതെയാകും. പ്രഭാരം കെടും എന്ന് പറഞ്ഞാൽ ജീവിത ഭാരം എല്ലാം ഇല്ലാതെയാകും എന്ന് മാത്രമാണോ? ഹൃത്പ്രസാദാലവർക്കും. എങ്ങനെയാ അതുണ്ടാകുന്നത്? ഈ ആത്മാംശത്തെ നമ്മൾ ധ്യാനിച്ചാൽ നമ്മുടെ ഉള്ളിൽ ആ ആത്മ ചൈതന്യം നിറയും അല്ലേ? അപ്പം അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന് വിശുദ്ധി ഉണ്ടാവും, ഹൃത്പ്രസാദം ഉണ്ടാവും എന്നാണ് പറയുന്നത്. അപ്പോൾ ഹൃത്പ്രസാദാലവർക്കും പ്രസാദിക്കുമെല്ലാവനും ത്വത്പ്രസാദാൽ പ്രയാസം സമസ്തം പ്രയാതി ഇവ ദൂരം. എല്ലാ പ്രയാസങ്ങളും പ്രയാതി എന്ന് പറഞ്ഞാൽ പമ്പ കിടക്കാന്നൊക്കെ നമ്മൾ പറയില്ലേ, അതുപോലെ ദൂരേക്കകന്നു പോകുന്നു. ഇവ ദൂരം, എൻ്റെ ഉള്ളിൽ നിന്ന് പമ്പ കടന്നു പോകും എൻ്റെ പ്രയാസങ്ങളൊക്കെ. എപ്പോഴാ? ഉള്ളിലേക്ക് ഈശ്വര ചൈതന്യത്തെ കൊണ്ടുവരുമ്പോൾ. ഈശ്വര ചൈതന്യത്തെ കൊണ്ടുവരാൻ നമുക്ക് തടസ്സം നിൽക്കുന്നത് ആരാ? നമ്മളെ ഇങ്ങനെ എപ്പോഴും ബാഹ്യമായതിലേക്ക് മാത്രം, ഈ അപരക്രിയയിലേക്ക് മാത്രം ഇങ്ങനെ നയിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്ദ്രിയങ്ങൾ, അത് നമ്മളെ വേണ്ടാത്തതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ? അപ്പം അതുകൊണ്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം എന്ന് പഠിപ്പിച്ച് തന്നുകൊണ്ട് ഗുരു നമുക്കൊരു കൃതി രചിച്ചു തന്നിട്ടുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഇന്ദ്രിയ വൈരാഗ്യം അല്ലേ? കണ്ണ്, മൂക്ക്, നാക്ക്, ത്വക്ക്, ചെവി എന്നിങ്ങനെയുള്ള 5 ജ്ഞാനേന്ദ്രിയങ്ങളെയും കയ്യ്, കാല് തുടങ്ങിയുള്ള 5
കർമ്മേന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത വ്യക്തമാക്കിക്കൊണ്ട് ഗുരു രചിച്ചു തന്ന കൃതിയാണ് ഇന്ദ്രിയ വൈരാഗ്യം. നമ്മുടെ ജീവിതത്തിൽ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവരായതുകൊണ്ട് തന്നെ അവരെ നിയന്ത്രിക്കണം എന്ന് ഗുരു നമുക്ക് ഉപദേശിച്ചു തന്നിരിക്കുകയാണ്. അപ്പം ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ഈ ആത്മാവിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ മാത്രമേ നമ്മുടെ പ്രയാസങ്ങളൊക്കെ കടന്നു പോകൂ. അതൊക്കെ ഇങ്ങനെ ദൂരേക്ക് പോകുന്നത് ഗുരുവിൻ്റെ ഒരു പ്രയോഗമാണ്, അല്ലെങ്കിൽ ഗുരുവിൻ്റെ ആ കാവ്യ പ്രയോഗത്തിൽ ഭംഗി കൂട്ടുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ദൂരേക്ക് പോവുക, പറത്തിക്കളയുക. ഒരിടത്ത് ഗുരു അങ്ങനെ പറഞ്ഞിരിക്കുന്നു, കാറ്റ് പറത്തിക്കൊണ്ട് പോകുന്ന പോലെ പോകുന്നു. എന്ത് പോകുന്നാണ്? ദേവി പാദപയോജ പൂജനമിതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗൗഖാഖനാനിലായിദമിദം പ്രാതപ്രഗേയ പഠൻ ശ്രേയശ്രീ ശിവകീർത്തി സമ്പദമലം സംപ്രാപ്യ സമ്പന്മയീം ശ്രീദേവീ മനപായിനീം ഗതിമയൻ സോയം സുഖി വർത്തതേ. വളരെ കഠിനമായ അഥവാ ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ളൊരു വൃത്തത്തിൽ ഗുരു രചിച്ചിട്ടുള്ള ശാർദൂല വിക്രീഡിതം എന്ന വൃത്തത്തിൽ ഗുരു രചിച്ചിട്ടുള്ളൊരു കൃതിയാണ് ശ്രീ ഭദ്രകാള്യഷ്ടകം. ഈ മണ്ണന്തല ദേവീസ്തവത്തിൻ്റെ ആദ്യത്തെ ശ്ലോകത്തെക്കുറിച്ച് പറഞ്ഞില്ലേ, അങ്ങനെ ഒരു വൃത്തം ആർക്കും അറിയില്ല. അത് ഗുരു തന്നെ ഒരു പക്ഷേ കവിയായ ശ്രീനാരായണ ഗുരു തന്നെ കണ്ടെത്തിയ ഒരു വൃത്തമായിരിക്കാം എന്നാണ് അതിൻ്റെ വ്യാഖ്യാതാവ് കൂടിയായ മുരിനാരായണ പ്രസാദ് സ്വാമിജി ആ ശ്ലോകത്തെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. മണിക്കുട വിടുർത്തി മലർതൂവി മണമെല്ലാം കൃണിക്കപചിതിക്രിയ കഴിച്ച് കൃണിയാക്കി ഗുണിച്ചവകളൊക്കെയും ഒഴിഞ്ഞു ഗുണിയും പോയി ഗുണക്കടൽ കടന്നു വരുവാൻ അരുൾക്ക തായെ. അവിടെ നമുക്ക് കവിയായ ശ്രീനാരായണ ഗുരുവിനെ കാണാൻ സാധിക്കും. അങ്ങനെ ശാർദൂല വിക്രീഡിതം എന്ന കുറച്ച് ബുദ്ധിമുട്ടല്ല നല്ല ബുദ്ധിമുട്ടുള്ള ഒരു വൃത്തത്തിൽ ഗുരു രചിച്ച് തന്നൊരു കൃതിയാണ് ഈ ഭദ്രകാള്യഷ്ടകം. അപ്പോൾ ഈ ഭദ്രകാള്യഷ്ടകം എന്ന കൃതിയിലെ 8 ശ്ലോകങ്ങൾ പാരായണം ചെയ്താൽ ഒരുവനുണ്ടാകുന്ന ഗുണങ്ങളെ വർണ്ണിച്ചുകൊണ്ട് ഗുരു നമുക്ക് രചിച്ച് തന്ന ശ്രുതിയാണ് ഇതിലെ 9ാമത്തെ ശ്ലോകമായിട്ടുള്ള ഫലശ്രുതി. അപ്പോൾ ആ ഫലശ്രുതിയിൽ പറയുന്നത് ഇതാണ്: ദേവി പാദപയോജ പൂജനം. ദേവിയുടെ പാദപയോജങ്ങൾ എന്ന് പറഞ്ഞാൽ പദങ്ങളാകുന്ന താമരകളുടെ പൂജനം കൊണ്ട് എന്തുണ്ടാകുന്നു, അല്ലെങ്കിൽ പൂജിക്കുന്ന ഈ ശ്രീഭദ്രകാള്യഷ്ടകം, ഇതി ശ്രീഭദ്രകാള്യഷ്ടകം രോഗ ഔഖ അഖ ഘന അനിലായുധമിതം പ്രാതപ്രഗേയപ്പെടൻ. രോഗങ്ങൾ, അതുപോലെ അഖങ്ങൾ, നമ്മുടെ പാപങ്ങൾ, ഇവയൊക്കെ ആകുന്ന ഘനമുള്ള ഔഘങ്ങളെ, മേഘക്കൂട്ടങ്ങളെ അനിലായുധമിതം പറത്തിക്കൊണ്ട് പോകുന്നു. ഇപ്പൊ പ്രയാതീവ ദൂരം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. രോഗങ്ങളും പാപങ്ങളുമാകുന്ന മേഘക്കൂട്ടങ്ങളെ പറത്തിക്കൊണ്ട് പോകുന്നു എന്നത് മാത്രമാണോ? ഇതെപ്പോഴാ ചൊല്ലേണ്ടത്? പ്രാതകാലത്ത് പാരായണം ചെയ്യുന്നവൻ ഉണ്ടാകുന്ന ഗുണങ്ങളാ ഗുരു പറഞ്ഞിരിക്കുന്നത്. പിന്നെയോ ശ്രേയസ്, പിന്നെ ശ്രീ ശിവകീർത്തി. ശ്രേയസ് ഉണ്ടാവും, അഥവാ ഭൗതിക ഗുണമുണ്ടാവും, ആത്മീയ ഗുണമുണ്ടാവും. പിന്നെ ശ്രീ എന്ന് പറഞ്ഞാൽ എന്താണ്? ഐശ്വര്യം അല്ലേ? ശിവകീർത്തി, ശ്രേയസ്കരമായ മംഗളകരമായ കീർത്തി ഉണ്ടാവും. കീർത്തി തന്നെ 2 വിധത്തിലുണ്ട്. എങ്ങനെയൊക്കെയുണ്ട്? ദുഷ്കീർത്തിയുണ്ട്, സൽകീർത്തിയുണ്ട്. അപ്പൊ ഗുരു എന്തിനെ കുറിച്ച് പറഞ്ഞാലും ഇങ്ങനെ സ്പെസിഫൈ ചെയ്തേ പറയൂ. അല്ലെങ്കിൽ എന്ത് കാര്യവും വിശേഷിപ്പിച്ചാലും ഇങ്ങനെ സൂപ്പർലേറ്റീവ് ഡിഗ്രിയിൽ മാത്രമേ ഗുരു പറയൂ. അതാണ് ഗുരുവിൻ്റെ വാക്കുകളുടെ വേറൊരു പ്രത്യേകത. എല്ലായിടത്തും തങ്കമേ സകല സങ്കടങ്ങളും അറുന്നതിന്നു തരണം വരം. മണ്ണന്തല ദേവീസ്തവത്തിൽ വിശേഷിപ്പിച്ചിരിക്കുന്ന സ്വർണ്ണമേ എന്ന് വിളിച്ചാൽ പോരായിരുന്നോ? എന്തായിരിക്കും തങ്കമേ എന്ന് തന്നെ വിളിക്കാൻ കാര്യം? സ്വർണ്ണം എത്ര ക്യാരറ്റാ? എത്ര ക്യാരറ്റാണ്? 22 ക്യാരറ്റാണ്. പക്ഷേ തങ്കം എത്ര ക്യാരറ്റാണ്?
24 ക്യാരറ്റ്. അപ്പം 22 ക്യാരറ്റ് എന്ന് വിളിച്ചാൽ ഇനി എന്തെങ്കിലും തോന്നിയെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ 24 ക്യാരറ്റ് തങ്കമയിലേ. സുബ്രഹ്മണ്യ കീർത്തനത്തിൽ മയിലിനെ വിളിച്ചിരിക്കുന്ന ഒന്ന് താഴോട്ട് ഇറക്കിക്കൊണ്ട് വരുമോ, എൻ്റെ ഹൃദയത്തിൽ ഒന്ന് കളിയാടിക്കാൻ കൊണ്ടുവരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഋക്ഷഭത് കുതി കൊള്ളുമെൻ മനമിക്കണക്കു വരാതിനെ രക്ഷ ചെയ്വതിനൊച്ചയുള്ള ചിലമ്പിടും നരിയാണിയും പക്ഷിവാഹന ഭാഗിനേയ മയൂര പൃഷ്ഠമർന്നു വന്ന് അക്ഷിഗോചരമായി വിളങ്ങണമെപ്പോഴും ഗുഹ പാഹിമാം. ഷൺമുഖ സ്തോത്രത്തിൽ പറയാണ് അല്ലെ, പക്ഷിവാഹന ഭാഗിനേയ മയൂര പൃഷ്ഠമർന്നു വന്ന്. മയൂരത്തിൻ്റെ മുകളിൽ നിന്റെ പൃഷ്ഠത്തെ അമർത്തി വെച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ മുകളിൽ കയറിയിരുന്ന അക്ഷിഗോചരമായി എൻ്റെ കണ്ണുകൾ കൊണ്ട് എനിക്ക് കാണാൻ എൻ്റെ മുന്നിലേക്കൊന്ന് വന്ന് നിൽക്കണമേ, എൻ്റെ ഗുഹ പാഹിമാം, എന്നെ രക്ഷിച്ചാലും. ഒരു സ്തോത്രഗതിയായിട്ടല്ലേ രചിച്ചു തന്നത്. അപ്പം അത് ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാ? ജന്മമറുന്നതിനായി, അഥവാ മോക്ഷത്തെ കൈവരിക്കുന്നതിനായി അല്ലേ. അപ്പം അതിനെ ഗുരു എപ്പോഴും ഇങ്ങനെയാണ് സ്പെസിഫൈ ചെയ്ത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയിലേ നമ്മളോട് പറയാറുള്ളൂ.